പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും നിങ്ങൾ കേൾക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21-ാമത്തെ തിരുവചനമാണ്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. സഹോദരൻ ലാസറിനെ കുറിച്ച് സഹോദരിമാര് പറയുന്ന വാക്കുകളാണ്. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സഹോദരിമാർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസമാണ് അവരാ പറയുന്നത്. കർത്താവ് ഇവിടെ ഇല്ലായിരുന്നത് കൊണ്ടാണ് ലാസർ മരിക്കാനിട വന്നത്, ലാസർ രോഗിയായത്, മരണപ്പെട്ടത്. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് അവർ ഉറപ്പിച്ച് പറയുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ടോ? പലതരത്തിലുള്ള ഭീതി വിതയ്ക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന പ്രശ്നങ്ങളുടെ നടുവില് കർത്താവ് കൂടെയുണ്ടോ? ഇതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. കർത്താവ് എൻ്റെ കൂടെയുണ്ടോ? യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതായത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അതാ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? മരിച്ചവനെ പോലും ഉയർപ്പിക്കാൻ തക്കവിധം ദൈവം സർവശക്തനാണ്. മരണത്തിന്റെ മേലും അധികാരമുള്ള സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല. ആ വിശ്വാസം ഏറ്റു പറയുക. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് ആ കുഴിമാടത്തിങ്കിലേക്ക് കടന്നു ചെല്ലുന്ന യേശു ലാസറിന്റെ സഹോദരിമാരോട് പറഞ്ഞ അതേ വചനം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് എന്നോടും നിങ്ങളോടും ഈശോ പറയുന്നത്. വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തിന്റെ മഹത്വം കടന്നു വരേണ്ട നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തിന് വിട്ടുകൊടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.